പക്ഷേ നമ്മൾ എന്തായാലും ആദ്യം പറഞ്ഞു തുടങ്ങിയത് ഈ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം എന്ന കേരളത്തിന്റെ ഒരു വലിയ നേട്ടത്തിലേക്കായിരുന്നു. അതിന്റെ തുടർച്ചയിൽ ഒരുപാട് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ സർക്കാരിൽ നിന്നും ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. ആ നിലയിൽ തന്നെയാണ് സമാനതകളില്ലാത്തൊരു ദുരന്തം നേരിട്ട വയനാട് ചൂരൽമലയിലെ ആ ദുരന്തബാധിതരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു തീരുമാനം സർക്കാർ എടുത്തതല്ലേ? തീർച്ചയായും കഴിഞ്ഞ ദിവസം ചേർന്ന ക്യാബിനറ്റിലായിരുന്നു ഈ നിർണായകമായിട്ടുള്ള തീരുമാനം വന്നത്. മന്ത്രി കെ രാജനാണ് മാധ്യമങ്ങളോട് ഇത് പങ്കുവച്ചത്. വയനാട് ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ മുഴുവൻ സർക്കാർ ഏറ്റെടുക്കുമെന്നായിരുന്നു ഏറ്റവും നിർണായകമായിട്ടുള്ള ആ പ്രഖ്യാപനം. അതിലിപ്പോൾ സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അതെ, 18,75,69,037 രൂപ CMDRF നിന്നാണ് ഈ ഫണ്ടിനായി അനുവദിച്ചിട്ടുള്ളത്. മാനസ മനോജ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മാനസ, ഈ വായ്പകൾ പൂർണ്ണമായും എഴുതി തള്ളണമെന്ന ആവശ്യം നിരവധി കോണുകളിൽ നിന്നും ഉയർന്നതാണ്. അതിനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്രമാകട്ടെ അതിനോട്ട് തയ്യാറാകുന്നുമില്ല. ആ സാഹചര്യത്തിൽ മുഴുവൻ വായ്പയും ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ എത്തിയത്. ഇപ്പോൾ അത് ഉത്തരവായി ഇറങ്ങിയിരിക്കുന്നു അല്ലേ? സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട് ദുരന്ത ബാധിതരുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കുടിശ്ശിക എഴുതി തള്ളണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ തന്നെ ആവശ്യങ്ങൾ ഉയർന്നതാണ്. അതോടൊപ്പം തന്നെയാണ് വായ്പ ബാധ്യതയും തന്നെ എഴുതി തള്ളണമെന്ന ആവശ്യം നിരന്തരം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നത്. ഇത് വിഷയം കോടതിയിലെത്തുകയും കോടതിയിൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് നിലപാട് സ്വീകരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരവും കോടതിയെ കേന്ദ്രം അറിയിക്കാനും സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിലപാട് അറിയിക്കാൻ കേന്ദ്രം കൂട്ടാക്കിയില്ല എന്ന കാര്യങ്ങളൊക്കെയും തന്നെ നിലവിൽ ഉണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇനിയും ഇത് വൈകിപ്പിക്കാൻ പറ്റില്ല എന്ന സാഹചര്യം ഉണ്ടായതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ തന്നെ ഇത് ഏറ്റെടുക്കാനുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുന്നത്. അത് ഉത്തരവായി ഇന്ന് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഇത് വയനാട് ദുരന്ത ബാധിതർക്ക് ഏറെ ആശ്വാസം പകരുന്ന ഒരു കാര്യം കൂടി തന്നെയാണ്. തീർച്ചയായും നമുക്കറിയാം, പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് എത്രത്തോളം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് എന്നുള്ളത്. അതോടൊപ്പം തന്നെയാണ് മഹാൻ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട വയനാട് ദുരന്തത്തെ ഫണ്ടിൽ നിന്ന് നടിക്കുന്ന ഒരു മനോഭാവം കൂടി കേരളത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ സംസ്ഥാനം ആവശ്യപ്പെട്ട ആവശ്യം കേന്ദ്രം നടപ്പിലാക്കാത്ത സാഹചര്യം. ആ ഒരു സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇനി നീട്ടിക്കൊണ്ട് പോകാൻ കഴിയില്ല എന്ന ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ്. ശരി, മാനസ മനോജാണ് വിവരങ്ങൾ നൽകുന്നത്.